വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച തുകയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്ക് ഉയർന്നു വരികയാണ്. മാധ്യമങ്ങൾക്ക് ശരിക്കും തെറ്റുപറ്റി, അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റി. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. എല്ലാ മാധ്യമങ്ങളിലും നമ്മൾ ഉൾപ്പെടെ ഇന്നലെ ചർച്ച ചെയ്തത് എന്താ? നമ്മൾ ഇന്നലെ മറ്റു മാധ്യമങ്ങളെ ഫോളോ ചെയ്ത് അവർ പറഞ്ഞ റിപ്പോർട്ടുകളെ അധികരിച്ചാണ് നമ്മളും ചെയ്തത്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ ഈ റിപ്പോർട്ട് സർക്കാർ കൊടുത്ത എസ്റ്റിമേറ്റിൻ്റെ അല്ലെങ്കിൽ ആക്ച്വൽസ് എന്ന് പറഞ്ഞ് സർക്കാർ കൊടുത്ത റിപ്പോർട്ട് പൂർണ്ണമായും മെമ്മോറാണ്ടം നമ്മൾ പൂർണ്ണമായും പരിശോധിക്കാതെ നിലവിലുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചിലവ് കാണിച്ചു എന്നുള്ളത് തെറ്റാണ്. 75,000 രൂപ അല്ല, 1,75,000 രൂപയാണ്. കുറഞ്ഞു എന്നാണ്? കുറഞ്ഞല്ല, കൂടി. അതല്ല, നമ്മൾ ഇന്നലെ പറഞ്ഞത് കുറഞ്ഞു പോയോ? അപ്പോൾ പറഞ്ഞത് കുറഞ്ഞു പോയി. എല്ലാ മാധ്യമങ്ങളും പറഞ്ഞത് കുറഞ്ഞു പോയി. അതായത് ഇതിനകത്ത് മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും ഒരു തെറ്റ് പറ്റി. ആ തെറ്റ് പറ്റിയത് സർക്കാർ പിടിച്ചിട്ട് സർക്കാർ എന്താ പറഞ്ഞത്? മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ നമ്മൾ എസ്റ്റിമേറ്റ് കൊടുത്തതാണ് വെച്ചിരിക്കുന്നത്, അല്ലേ? അതെ, എസ്റ്റിമേറ്റ് വെച്ചിട്ടാണ് ഇവർ കൊടുത്തേക്കും ഈ വാർത്ത ഉണ്ടാക്കി സർക്കാരിനെ അപമാനിക്കുന്നതാണ്. സത്യമാണ്, സർക്കാർ പറഞ്ഞാണ് ശരി. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന ഭാഗം വെച്ചിട്ടാണ് ഈ വാർത്തകൾ മുഴുവൻ ഉണ്ടായത്. അതായത് നമ്മുടെ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റും മാതൃഭൂമിയും മനോരമയും എല്ലാം ഇത് ചാനലുകൾ വലിയ ആഘോഷം കാണിച്ചെങ്കിൽ പക്ഷേ പിറ്റേ ദിവസം പത്രങ്ങൾ വലിയ ആവേശം കാണിച്ചില്ല ആ വാർത്തയ്ക്ക്. ആ വാർത്ത പതുക്കി കൊടുത്തു എന്ന തരത്തിൽ ക്യാരി ചെയ്ത് പോവുകയാണ് ചെയ്തത്. അതിന് കാരണം എല്ലാ മാധ്യമങ്ങൾക്കും ഭീമമായ അബദ്ധം പറ്റി. മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയുന്ന ശീലമില്ല. നമ്മളും ഇന്നലെ പറഞ്ഞതിനകത്ത് തെറ്റുണ്ട്, പക്ഷേ നമുക്ക് തെറ്റുപറ്റിയെന്ന് അഡ്മിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. കാരണം ഈ റിപ്പോർട്ടിൻ്റെ മെമ്മോറാണ്ടത്തിൻ്റെ 18 മുതൽ 23 വരെയുള്ള പേജുകളിൽ വെച്ചിട്ടാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. അത് എസ്റ്റിമേറ്റ് തന്നെയാണ്. അതാണ് സർക്കാർ പറഞ്ഞത്. ഇവർ പറയുന്നത് എസ്റ്റിമേറ്റാണ്, ആക്ച്വൽ അല്ല, എസ്റ്റിമേറ്റാണ്. ഈ തുകയൊക്കെ എസ്റ്റിമേറ്റാണെന്ന് സർക്കാർ പറഞ്ഞത് ശരിയാണ്. മാധ്യമങ്ങളാണ് പറഞ്ഞത് തെറ്റിയത്. കാരണം എന്നറിയോ? യഥാർത്ഥത്തിൽ 25-26 പേജുകൾ മാധ്യമങ്ങൾ റെഫർ ചെയ്തില്ല. 25-26 പേജുകളിൽ SDRF മാനദണ്ഡം അനുസരിച്ച് എത്ര രൂപ ഇതിനകം യഥാർത്ഥത്തിൽ ചിലവായി എന്നുള്ള ഭാഗമുണ്ട്. പക്ഷെ 18 മുതൽ 23 വരെയുള്ള പേജുകൾ ആവേശത്തോടെ എടുത്ത് വായിച്ച് റിപ്പോർട്ടൊക്കെ ചെയ്ത് ആവേശഭരിതരായ മാധ്യമങ്ങൾ എന്ത് ചെയ്തു? ഈ പേജ് കണ്ടില്ല. ഈ പേജ് കണ്ടപ്പോഴത്തേക്ക് പെട്ടു. ഇനി പറഞ്ഞത് മാറ്റി പറയാൻ പറ്റില്ലല്ലോ. അതോടെ എന്ത് ചെയ്തു? ഇനി യഥാർത്ഥ സത്യം പറയണ്ടെന്ന് തീരുമാനിച്ചു. അപ്പം നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് 25-26 പേജുകളിൽ എന്താണ് ആക്ച്വലായിട്ട് എന്ത് ചിലവായി എന്നാണ് സർക്കാർ പറയുന്നത് എന്നൊന്ന് പ്രേക്ഷകരെ അറിയിക്കണം. കാരണം എല്ലാവരും ചേർന്ന് ഒരു തെറ്റുപറ്റിയത് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നത് വിസമ്മതിച്ച് സത്യം മറച്ചു വെക്കുമ്പോൾ നമുക്കും തെറ്റുപറ്റി. ഈ മാധ്യമങ്ങളുടെ പിന്നാലെ പോയതുകൊണ്ട് നമുക്ക് പറ്റിയ തെറ്റാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ച് സത്യം ജനങ്ങളോട് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്താണ് യഥാർത്ഥത്തിലുള്ള കണക്കെന്ന് പറയാൻ പോകുക. അതായത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത, വാർത്തയാക്കാത്ത 25-26 പേജുകളിൽ SDRFൻ്റെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൻ്റെ മാനദണ്ഡ പ്രകാരം സർക്കാർ ചെലവഴിച്ചു. ആക്ച്വൽ യഥാർത്ഥത്തിൽ ചെലവഴിച്ച തുക എന്ന് പറഞ്ഞ് സർക്കാർ കൊടുത്തിരിക്കുന്ന കണക്കുകൾ നമ്മൾ പ്രേക്ഷകരോട് പറയുകയാണ്. പ്രേക്ഷകരെ അടുത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചടുത്ത് വെക്കുക. നിങ്ങൾക്ക് തലകറക്കം വരും. അതുകൊണ്ട് കുടിക്കാനും അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബോധം കെട്ട് വീണാൽ അതിൽ 2 തുള്ളി വെള്ളം എടുത്ത് മുഖത്ത് തളിക്കാനും കൂടെ പറഞ്ഞ് ഏർപ്പാടാക്കണം. അപ്പോൾ അത്രയും ഞെട്ടിക്കുന്ന കണക്കാണ്. ഞാൻ പറഞ്ഞു തരാം. പേജ് 20, അതായത് എസ്റ്റിമേറ്റിലെ 20ാമത്തെ പേജിൽ ശവസംസ്കാരം പറയുന്നുണ്ട്. 359 പേരുടെ ശവസംസ്കാരത്തിന് 75,000 രൂപ വീതം 2,76,05,000 രൂപയാണ് സർക്കാർ എസ്റ്റിമേറ്റ് കാണിക്കുന്നത്. അതായത് അതിൽ 359 128 പേരെ കാണാതായിട്ടുണ്ട്. ആ കാണാതായവരെ കൂടെ മരിച്ചതായിട്ട് കണക്കാക്കിയിട്ടാണ് എസ്റ്റിമേറ്റിൽ 359 പേരുടെ ശവസംസ്കാരത്തിന് 75,000 രൂപ വെച്ചെന്ന് എസ്റ്റിമേറ്റ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഓഗസ്റ്റ് 15 വരെ മറവ് ചെയ്ത് 231 വരെ ഉള്ളൂ. എന്നിട്ടും സർക്കാർ എസ്റ്റിമേറ്റിൽ 359 പേരുടെ എസ്റ്റിമേറ്റഡ് തുകയായിട്ട് 2,76,05,000 രൂപ കാണിച്ചു. ഓക്കെ. പക്ഷേ പേജ് 25 വരുമ്പോൾ ഉണ്ടല്ലോ, 25 വരുമ്പോൾ, അതായത് എസ്റ്റിമേറ്റ് അല്ല 25-ാം പേജ്, 25-ാം പേജ് യഥാർത്ഥത്തിൽ ചിലവായ കണക്കാണ്. ആക്ച്വൽസ് എന്നാണ് പറയുന്നത്. ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം എന്താണ്? ചിലവായത്. എസ്റ്റിമേറ്റ് അല്ല, സർക്കാർ പറയുന്നത് എസ്റ്റിമേറ്റ്. ഓക്കെ. മാധ്യമങ്ങൾ എസ്റ്റിമേറ്റ്
പർവ്വതീകരിച്ചപ്പോൾ സർക്കാർ സത്യമാണ് പറഞ്ഞത്. നിങ്ങൾ പറയുന്ന കള്ളമാണ്, അയ്യോ ഇത് കള്ളമാണ്, ഇത് മുഴുവൻ എസ്റ്റിമേറ്റ് പറഞ്ഞിട്ട് ഈ സർക്കാരിനെ നാറ്റിക്കുകയാണെന്നാണ് സർക്കാർ പറഞ്ഞത്. സർക്കാർ പറഞ്ഞത് സത്യമാണ്. എന്നാൽ ആക്ച്വൽസ് എന്ന് പറയുന്ന പേജ് മാധ്യമങ്ങൾ കണ്ടില്ല. അത് പിന്നെ കണ്ടപ്പോൾ ചമ്മലായിപ്പോയി. മാറ്റി പറഞ്ഞ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ, വായനക്കാരുടെ മുന്നിൽ നാറ് വന്നതുകൊണ്ട് മിണ്ടിയില്ല. ആര് രക്ഷപ്പെട്ടു? സർക്കാർ രക്ഷപ്പെട്ടു. ആ പേജിൽ 25-ാം പേജിൽ ആക്ച്വൽ ലോസ് എന്ന് പറയുന്നുണ്ട്. മനുഷ്യജീവിതം നഷ്ടപ്പെട്ട 359, കാണാതായ 128 ഉൾപ്പെടെ 359 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. അതിൻ്റെ ചിലവ് എത്രയാണെന്നറിയോ? 6,28,25,000 രൂപ. എസ്റ്റിമേറ്റ് എത്രയായിരുന്നു? 2,76,05,000. എസ്റ്റിമേറ്റ് ആയിരുന്നു അത്. എന്നാൽ 25-ാം പേജിൽ ചെലവ് ആക്ച്വൽ എന്ന് പറഞ്ഞ് ശവസംസ്കാരത്തിന് വേണ്ടി സർക്കാർ ചെലവാക്കി എന്ന് പറഞ്ഞ് ഈ മെമ്മോറാണ്ടത്തിൽ കാണിച്ചിരിക്കുന്നത്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നില്ല. കാരണം സ്വന്തം തെറ്റുപറ്റിയത് തിരുത്താൻ ഈ മാധ്യമങ്ങൾ തയ്യാറാവാത്തതുകൊണ്ട് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഏറ്റവും വലിയ കള്ളത്തരം ഇവർ പതുക്കി വെച്ചിരിക്കുകയാണ്, മൂടി വെച്ചിരിക്കുകയാണ്. പേജ് 25 ആക്ച്വൽ ലോസ് 359 മനുഷ്യർ. ശവസംസ്കാരത്തിൻ്റെ ചെലവ് 6,28,25,000 രൂപ. അതായത് ഒരാളുടെ മൃതദേഹം സംസ്കരിക്കാൻ 1,75,000 രൂപ ചിലവായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ മിക്കവാറും വേണമെങ്കിൽ ഈ മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 സെൻറ്റ് സ്ഥലം മേടിച്ച് അവിടെ ഒരു സ്മാരകമൊക്കെ ഉണ്ടാക്കി മതിലും കെട്ടി അങ്ങനെ സംസ്കരിക്കാനുള്ള പൈസയുണ്ട്. അതെ, 1,75,000 രൂപ ഒരാളുടെ മൃതദേഹം സംസ്കരിക്കാൻ. ആക്ച്വൽസ്, എസ്റ്റിമേറ്റ് അല്ല. സർക്കാരെ നാളെ മാറ്റി പറയരുത്. ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും പറയുന്നില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്. 1,75,000 രൂപ ചിലവായി എന്നാണ് നിങ്ങൾ മെമ്മോറാണ്ടം തയ്യാറാക്കി കേന്ദ്രത്തിന് കൊടുത്തതും ഹൈക്കോടതിക്ക് കൊടുത്തതും. നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വായിച്ചിട്ട് നമ്മുടെ ഹൈക്കോടതി ജഡ്ജിമാർ ചിരിച്ചിട്ടുണ്ടാവും. ഇവന്മാരെന്തൊരു മണ്ടന്മാരാണ്. ഈ എസ്റ്റിമേറ്റ് വായിച്ചിട്ട് ഇങ്ങനെ സർക്കാർ അത് എസ്റ്റിമേറ്റാന്ന് പറഞ്ഞ് അത് ഡിഫ്യൂസ് ചെയ്തു. ആക്ച്വൽസ് നിങ്ങൾ വായിച്ചില്ല, അത് നിങ്ങൾ മറച്ചു വെച്ചിരിക്കുക. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 1,75,000 രൂപ. ഇനി പേജ് 20. പേജ് 20ലേക്ക് വരാം. പേജ് 20 സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ്. അതിന് 7 വകുപ്പുകൾ, 7 ഹെഡുകളിലാണ് ചിലവാക്കിയിരിക്കുന്നത്. അത് എസ്റ്റിമേറ്റിൽ. അതിനകത്ത് 10 കോടി രൂപ ഫുഡ്, വാട്ടർ, പിന്നെ 4 കോടി രൂപ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയത്, ട്രാവലിംഗ്. അങ്ങനെ 47 കോടി രൂപ എസ്റ്റിമേറ്റിൽ കാണിക്കുന്നുണ്ട്. 47 കോടി രൂപ. അപ്പോൾ അതിനകത്ത് 10 കോടി രൂപ ഫുഡിനായോ എന്ന് ചോദിക്കും. കാരണം ഫുഡെല്ലാം ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, വെള്ളം ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇനി ആരും വെള്ളം കൊണ്ട് വരരുതെന്ന് പറഞ്ഞ് കിട്ടിയ വെള്ളക്കുപ്പികൾ ലേലം ചെയ്യാൻ വരെ ആലോചിച്ചതാണ്. 4 കോടി രൂപ യാത്രയ്ക്കെന്ന് പറയുന്നു. യാത്രയ്ക്കൊന്നും ഒരു പൈസ ആയില്ല. അവിടെ ആളുകൾ സൗജന്യമായിട്ട് ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുമായിരുന്നു. അതിന് 47 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് കാണിച്ചിരിക്കുന്നത്. പേജ് 25 ആക്ച്വൽസ് ചിലവുണ്ടല്ലോ, ചിലവും 47 കോടി രൂപ തന്നെയാണ്. അതായത് ഈ 47 കോടി രൂപ എസ്റ്റിമേറ്റ് ആണെന്ന് സർക്കാർ പറയുന്ന ഭാഗം ശരിയാണ്. പക്ഷേ അത് ചിലവായെന്നും കാണിച്ചിട്ടുണ്ട്. നമ്മൾ പിരിവിട്ട് കൊടുത്ത ഭക്ഷണം, നമ്മൾ സംഭാവനയായിട്ട് കൊടുത്ത വെള്ളം, നമ്മൾ സൗജന്യമായ ആളുകളെ, നമ്മുടെ സഹോദരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയതിൻ്റെയൊക്കെ ചിലവ് സർക്കാർ 47 കോടി രൂപ ചിലവായി എന്ന് തന്നെ ആക്ച്വൽസ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നു. ഇതും എസ്റ്റിമേറ്റ് അല്ല സർക്കാരെ. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞത് നിങ്ങൾ ആക്ച്വലും കാണിച്ചിട്ടുണ്ട്. ഇനി പേജ് 20 എസ്റ്റിമേറ്റ് സെർച്ച് ആൻഡ് എക്യുപ്മെൻറ്റ്സിൻ്റെ ചിലവ് 3 ഹെഡ്സ് ഉണ്ട്. അതായത് എന്തെല്ലാം കാര്യത്തിൽ അതിനുവേണ്ടി 3 ഹെഡ്സിലായിട്ട് ഒന്ന് ഡ്രോൺസ് വാങ്ങി ഡ്രോൺ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി. അതിന് സർക്കാർ പറഞ്ഞിരിക്കുന്ന 3 കോടി രൂപ എസ്റ്റിമേറ്റാണ് ഡ്രോൺ പറന്നതിനെ. എത്ര ഡ്രോൺ മേടിക്കാമെന്ന് ആലോചിച്ചു. പിന്നെ JCB 15 കോടിയുടെ JCBയുടെ ഉടമസ്ഥർ പറഞ്ഞു ഞങ്ങൾ JCB ഒക്കെ ഫ്രീ കൊടുത്തതാണ്, ഡീസൽ കാശ് മതി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ JCB ഒക്കെ ഫ്രീ ആയിട്ടാണ് ഓടിയെന്ന് പറഞ്ഞു. 15 കോടി ഉണ്ടെങ്കിൽ 1.5 കോടി രൂപയാണ് ഒരു JCBക്ക് വില വരുന്നത്. 10 JCB മേടിക്കായിരുന്നു. അത് എസ്റ്റിമേറ്റാണ്. പിന്നെ മരിച്ച ആളുകളുടെ DNA പരിശോധന നടത്തിയല്ലോ, അതിന് ഒരു 3 കോടി രൂപ വെച്ചിട്ടുണ്ട് DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ 21 കോടി രൂപയാണ് എന്തിന്? സെർച്ച്, എക്യുപ്മെൻറ്റ്സ്, DNA ടെസ്റ്റ് എല്ലാത്തിനും വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് കാണിച്ചിരിക്കുന്നത്. എസ്റ്റിമേറ്റ് തുക പേജ് 25 ഇതേ എസ്റ്റിമേറ്റ് ആക്ച്വൽസും കാണിച്ചിട്ടുണ്ട്, ചിലവായെന്നും കാണിച്ചിട്ടുണ്ട്. അതേ തുക. അതേ തുക. അപ്പോൾ എസ്റ്റിമേറ്റ് ആണ് എന്ന് പറഞ്ഞ സർക്കാരെ നിങ്ങളുടെ ആക്ച്വൽസ് എന്ന് പറഞ്ഞ ഹെഡിലും ഈ തുക തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
ഈ തുകയും ചിലവായി എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പേജ് 25-ലും ഞാൻ പറഞ്ഞില്ലേ, ഇത് പേജ് 25-ലും ഇതേ 21 കോടി രൂപ പറയുന്നു. ഇനി പേജ് 21 രസകരമായൊരു കണക്കുണ്ട്. അവിടെ പശുക്കളൊക്കെ ഉണ്ടായിരുന്ന ആൾക്ക് അതെ, കുറച്ച് പശുക്കൾ ചത്തുപോയി. 226 പശുക്കൾ ചത്തു എന്നാണ് പറയുന്നത് സർക്കാരിൻ്റെ എസ്റ്റിമേറ്റ്. ഒരു പശുവിന് ഒന്നിന് 37,500 രൂപ. അങ്ങനെ സർക്കാരിൻ്റെ കണക്ക് ഒരാൾക്ക് ശരാശരി ഒരു 3 പശു ഉണ്ടാവും. അങ്ങനെ 84,35,500 രൂപ പശുക്കൾക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് ഒരാൾക്ക്, 3 പശു വെച്ച് കൂട്ടുമ്പോൾ. അങ്ങനെ എസ്റ്റിമേറ്റ് കാണിച്ചിട്ട് ആക്ച്വൽ ലോസായിട്ട് പേജ് 25-ൽ പറഞ്ഞിരിക്കുക എത്രയാണെന്നറിയോ? പശുക്കൾ മാത്രം നഷ്ടപ്പെട്ടത് 4,52,00,000 രൂപയുടെ പശുക്കൾ ചത്തുപോയത്. ഒരു പശുവിന് 37 വെച്ച് കൂട്ടുമ്പോൾ അല്ലേ? ഒരു പശുവിന് 37,000 വെച്ച്, അതായത് അങ്ങനെ അത് എസ്റ്റിമേറ്റ്. പക്ഷേ ആക്ച്വൽസ് വരുമ്പോൾ ഒരു പശുവിൻ്റെ വില 2,00,000 രൂപയായി. അത് എസ്റ്റിമേറ്റിൽ 37,500 രൂപ കാണിച്ചു. ഒരാൾക്ക് 3 പശുക്കൾ വീതം ഉണ്ടാവാമെന്ന് കണക്കാക്കി. അങ്ങനെ 226 പശുക്കൾ ചത്തു എന്നാണ് എസ്റ്റിമേറ്റിലെ കണക്ക്. പക്ഷേ അത് ആക്ച്വൽ ചിലവായതായിട്ട് കാണിച്ചപ്പോൾ കഴിപ്പോഴോ ഒരു പശുവിന് 2,00,000-ത്തിനടുത്ത് വില വരുന്നു. 4,52,00,000 രൂപ പശുക്കളുടെ വിലയാണ്. വ്യത്യാസം വന്നുണ്ടോ? എന്ത് വ്യത്യാസം? അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ആകെ മൊത്തം ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടം എത്രയാണെന്നറിയാമോ? 1,202 കോടി രൂപ. 1,202.13 1,202 കോടി രൂപ, 13 ലക്ഷം രൂപയുടെ നഷ്ടം സർക്കാർ അവിടെ വയനാട്ടിലുണ്ടായി എന്നാണ് സർക്കാരിൻ്റെ കണക്ക്. ഇതിനകത്ത് നഷ്ടമെന്ന് പറയുന്നത് സർക്കാരിൻ്റെ ചിലവെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതിനകത്ത് ഏറ്റവും വലിയ വസ്ത്രത്തിൻ്റെ ഒന്നും കണക്ക് ഞാൻ എടുത്തിട്ടില്ല. വസ്ത്രമൊക്കെ ആളുകൾ സൗജന്യമായി കൊടുത്തിരിക്കുക. ഒരാൾക്ക് 27,000 രൂപയുടെ വസ്ത്രം ഒരു ദിവസം കൊടുത്തു എന്നാണ് സർക്കാരിൻ്റെ ഈ തുക ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക്. ഇങ്ങനെ ഈ ആക്ച്വൽസും എസ്റ്റിമേറ്റും തമ്മിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് മാറിപ്പോയി. അങ്ങനെ കേരളത്തിലെ ആളുകളുടെ മുമ്പാകെ സർക്കാർ നടത്തിയ ഏറ്റവും വലിയ ഒരു കള്ളക്കണക്ക് പൊളിക്കാനുള്ള അവസരം മാധ്യമപ്രവർത്തകരുടെ അതിബുദ്ധിയോ ബുദ്ധിയില്ലായ്മയോ കൊണ്ട് ചിറ്റിപ്പോയി. രക്ഷപ്പെട്ടതാരാ? സർക്കാർ. എസ്റ്റിമേറ്റാണ് ഇവർ കാണിച്ചത്. സർക്കാർ പറഞ്ഞാൽ ഒരു തെറ്റുമില്ല, കാരണം എസ്റ്റിമേറ്റാണ് ഇവർ പറഞ്ഞത്. ആക്ച്വൽസ് എന്നുള്ള പേജ് ഇവർ കാണിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് 75,000 രൂപ ശവസംസ്കാരത്തിന് ചിലവായി എന്ന് കേട്ട് നമ്മൾ ഞെട്ടിയ, നമ്മൾ അറിയാതെ പോയി. 75,000 അല്ല, ചിലവായതായിട്ട് കാണിച്ചിരിക്കുന്നത് 1,70,75,000 അപ്പോൾ 1,00,000 രൂപ ഇത് അതിൽ മാത്രം കൂടി. അപ്പം ഒരു ശരാശരി നമ്മുടെ നാട്ടിൽ ഗ്യാസ് വെച്ചിട്ട് ഗ്യാസ് അടുപ്പ് പോലെ ദഹിപ്പിക്കുന്നതിന് 5,000 മുതൽ 10,000-ൽ താഴെ 8,000 രൂപയൊക്കെ ആകത്തുള്ളൂ. അങ്ങനെയാണ് ദഹിപ്പിച്ചതെങ്കിൽ ഇത്രയാവത്തില്ല. പല ആളുകളുടെയും ശരീരഭാഗങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഒരു ഫുൾ ബോഡി ദഹിപ്പിക്കാനുള്ള ഇന്ധനവും ഗ്യാസും പോലും വേണ്ട. പലയിടത്തും കൂട്ടത്തോടെ, പുത്തുമലയിലൊക്കെ കൂട്ടത്തോടെ അടുത്തടുത്ത് കുഴിമാടം ഉണ്ടാക്കിയാണ് ആളുകളെ അടക്കം ചെയ്തിരിക്കുന്നത്. അടക്കം ചെയ്തതിന് കുഴി വെട്ടുന്നതിന് എത്ര കാശ് വേണം? അപ്പോൾ ഇതെല്ലാം മൃതദേഹം വെച്ച് പോലും വലിയ ഒരു തട്ടിപ്പിന് വേണ്ടി ശ്രമിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. ഇതൊക്കെ ആക്ച്വൽസ് ചിലവായി എന്ന് കാണിച്ച് തന്നെയാണ് ഈ കണക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ എന്തു പറ്റിയെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സർക്കാരിനെ നേരിടാൻ കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടായി. കാരണം സർക്കാർ അവിടെ വിജയിച്ചു, അല്ലേ? സർക്കാർ വിജയിച്ചു. എസ്റ്റിമേറ്റ് എന്നുള്ള ഭാഗം എടുത്ത് വലിയ വാർത്തയാക്കിയപ്പോൾ സർക്കാർ പറഞ്ഞു, അതെ ഇത് നിങ്ങൾ കള്ളത്തരം പറയുകയാണ്, ഇത് എസ്റ്റിമേറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയല്ല, എസ്റ്റിമേറ്റ് അല്ല, ആക്ച്വൽസ് എന്ന് പറഞ്ഞ് വീണ്ടും അടുത്ത കണക്കുമായിട്ട് വരാമായിരുന്നു. അപ്പോൾ ഒരു ലജ്ജ ഇവർക്കുണ്ട്. കാരണം എന്നറിയോ, ഞങ്ങൾ ആദ്യം പറയുന്നത് തെറ്റിപ്പോയി, ഞങ്ങൾക്ക് ആദ്യം തെറ്റിപ്പോയി, അതല്ല ഇതാണ് എന്ന് പറയാനുള്ള ഒരു തൻ്റേടമില്ലായ്മ, ഒരു മടി. കാരണം പീലാത്തോസ് എഴുതി എന്നൊരു സിദ്ധാന്തമുണ്ട്. അതുപോലെ ഞങ്ങൾ ആദ്യം പറഞ്ഞു, അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, അത് ചീറ്റിപ്പോയെങ്കിൽ പോട്ടെ. പക്ഷേ യഥാർത്ഥ സത്യം ജനങ്ങൾ അറിയാനുള്ള ഒരവസരം ഇവർ നിഷേധിച്ചു. ഇവരെന്ത് ചെയ്തു? ആക്ച്വൽസ് എന്ന് പറഞ്ഞ് സർക്കാർ പറഞ്ഞ ആ ഭാഗം എടുത്തിട്ട് നിങ്ങൾ എസ്റ്റിമേറ്റ് എന്ന് പറയുന്ന കള്ളത്തരമാണ്, ഞങ്ങൾക്കാണ് തെറ്റുപറ്റിയത് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ മാധ്യമങ്ങൾ മുന്നോട്ട് വന്നില്ല. അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു അഴിമതി, ഒരു മാൽ പ്രാക്ടീസ് ജനങ്ങൾ അറിയാതെ പോയി. ഈ ദേശാഭിമാനി കഴിഞ്ഞ ദിവസം വന്ന പത്രത്തിലെ ഹെഡിങ് എന്താ അറിയാം? കള്ളക്കഥയുമായി മാധ്യമങ്ങൾ, കേന്ദ്ര സഹായം മുടക്കാൻ ഗൂഢാലോചന. അതെ, കറക്റ്റായി അല്ലേ? കള്ളക്കഥയായി, എസ്റ്റിമേറ്റ് ആയിപ്പോയി. കള്ളക്കഥയാണ്, കള്ളക്കഥയല്ല, തെറ്റായ കഥ. മാധ്യമപ്രവർത്തകർ കിട്ടിയപ്പോൾ, ഇത്രയും റിപ്പോർട്ട് കിട്ടിയപ്പോൾ ആദ്യത്തെ 18 മുതൽ 23 വരെ പേജ് കണ്ട്, ആ ഒട്ടാ കിട്ടിയടാ വാർത്ത എന്ന് പറഞ്ഞ്
അതങ്ങോട്ട് എയർ ചെയ്തു, അടിച്ച് തകർത്തു. ആദ്യത്തെ 20 പേജ് നോക്കിയില്ല, അതിന് ശേഷമുള്ളത് അല്ലേ? ബാക്കിയുള്ളത് നോക്കിയില്ല. 25-26 പേജ് നോക്കിയില്ല. 25-26 പേജിൽ ആക്ച്വൽസ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഈ എസ്റ്റിമേറ്റിൻ്റെ ബാക്കി ശേഷം ഭാഗമായ ആക്ച്വൽസ്, ഇത് എസ്റ്റിമേറ്റാണ്. യഥാർത്ഥത്തിൽ ആക്ച്വലി എത്രയായി എന്നുള്ള കണക്ക് കൊടുത്തിരിക്കുന്നത് മാധ്യമം കണ്ടില്ല. കണ്ടു കാണും, എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും ആദ്യം പറഞ്ഞ സ്റ്റോറി പോയില്ലേ. അപ്പോൾ ഓരോന്നിനും മാറ്റി പറയാൻ പറ്റില്ല. പറഞ്ഞാൽ ഇവരുടെ ക്രെഡിബിലിറ്റി പോകും. ആദ്യം പറഞ്ഞ ഒരാൾ പറഞ്ഞെങ്കിൽ ബാക്കിയുള്ളവരും അതങ്ങ് ഫോളോ ചെയ്തു പോകും. എല്ലാവരും ഫോളോ ചെയ്തു. കാരണം എല്ലാവരും ഒരുമിച്ച് ഇതൊക്കെ ഒരു പൂളിംഗ് ഒക്കെ ഉണ്ടെന്ന് സാധനം കിട്ടുമ്പോൾ ഒരു റിപ്പോർട്ട് കിട്ടി, നമുക്ക് എല്ലാവരോടും ചെയ്യണം 18 മുതൽ 25 പേജ് 23 പേജ് വരെ ഇത് ശവദാഹം ഇത്ര, തുണി ഇത്ര, അതെടുത്ത് അടിക്കണേ എന്ന് പറഞ്ഞ് മൈക്കും വെച്ച് ഒരൊറ്റ അലർച്ചയാണ്, അതങ്ങ് വിടുകയാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ബാക്കി സാധനം ആക്ച്വൽസ് എന്ന് പറഞ്ഞ് 25-26 പേജുകളിലുണ്ടായിരുന്ന സാധനം ശ്രദ്ധയിൽപ്പെട്ടത്. അത് വീണ്ടും എയർ ചെയ്യണമെങ്കിൽ, അത് വാർത്തയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഞങ്ങൾക്ക് തെറ്റിപ്പോയി, അതല്ല ശരി, ഇതല്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സാറന്മാരുടെയൊക്കെ കളസം കയറുമ്പോൾ ഇമേജ് പോകും. അതുകൊണ്ട് എന്ത് ചെയ്തു? യഥാർത്ഥ സത്യം ജനങ്ങൾ അറിയേണ്ട തീരുമാനിച്ചു. ആര് രക്ഷപ്പെട്ടു? സർക്കാർ രക്ഷപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇനി ഇപ്പം നമ്മൾ ഈ സാധനം പുറത്തു വിടുന്നില്ല, ജനങ്ങൾ ഇത് കാണുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇനി നമ്മളെ ഫോളോ ചെയ്ത് മാധ്യമങ്ങൾ ഇത് കൊടുക്കുമെന്ന് പ്രതീക്ഷ ഇല്ല. ഇത് നമ്മൾ മാത്രമേ പറയാനുണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മാധ്യമപ്രവർത്തനം. ആധുനിക കാലത്തെ മാധ്യമപ്രവർത്തനം ഇങ്ങനെയാണ്. പീലാത്തോസ് എഴുതി, ഞങ്ങളത് മാറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.